ഹായ് ഗൈസ്, എല്ലാവർക്കും ഡെബീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ ഫ്ലട്ടറിൻ്റെ ബേസിക്സ് കുറച്ച് പഠിക്കാൻ പോകും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്നത് ഫ്ലട്ടർ എങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് അതിൽ എങ്ങനെ കോഡ് എഴുതി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ തന്നെ ഫ്ലട്ടറിൻ്റെ ഡീബഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസിനെ പറ്റി പരിചയപ്പെടും. അതുപോലെ നമ്മുടെ ഫ്ലട്ടറിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കാണും നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് റൺ ചെയ്തും കാണാം. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് എന്നായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫ്ലട്ടർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ന്യൂ ഫ്ലട്ടർ പ്രോജക്റ്റ് കൊടുത്തിട്ട് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ചു പോകാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ വെറുതെ പേര് കൊടുക്കുക, ഫ്ലട്ടർ ഡെമോ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കേജ് നെയിം ഞാൻ പറഞ്ഞ പോലെ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരുന്നാൽ മതി. എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ, നമ്മുടെ ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കാണാം നമ്മുടെ main.dart അല്ലേ, നമ്മുടെ തുടങ്ങുന്ന ഫയൽ, നമ്മുടെ മെയിൻ ഫയലാണ് ഇത്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് കാണാം നമ്മുടെ ഫ്ലട്ടറിന്റെ ഡെവലപ്പേഴ്സ് ഓൾറെഡി ഉണ്ടാക്കി വെച്ച കോഡാണ്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൗണ്ടർ ആപ്പാണ്. നമുക്കിതിൽ എങ്ങനെ ഈ ആപ്പ് റൺ ചെയ്യാമെന്ന് കാണാം. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഇത് കണ്ടോ, ഡിവൈസസ് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ സെറ്റപ്പ് ചെയ്യണമെന്ന് കണ്ടു. നമ്മളിവിടെ ഈ ഫോണിന്റെയും അതുപോലെ ആൻഡ്രോയിഡിന്റെ ഐക്കൺ ഒരുമിച്ചുള്ള ഒരു ഐക്കൺ, അത് IVD മാനേജർ എന്ന് പറയും. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു അല്ലേ, എമുലേറ്റർ. അത് ഒന്നും കൂടെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ കാണുക. അപ്പം നിങ്ങൾക്ക് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഡിവൈസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ നോ ഡിവൈസ് സെലക്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓപ്ഷൻസ് വരും. അപ്പം ഇവിടെ ഇപ്പം ഫ്ലട്ടർ ഞാൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു ഫ്ലട്ടർ വേർഷൻ. ഇപ്പം 2.2 എന്തോ ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ക്രോമും എഡ്ജും കൂടെ അവൈലബിൾ ആണ് ഡിവൈസിൽ. അപ്പം ഞാൻ ഇവിടെ എമുലേറ്ററിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ നെക്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓപ്പൺ ആൻഡ്രോയിഡ് എമുലേറ്റർ കൊടുക്കുക. നമ്മുടെ എമുലേറ്റർ ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ആവാൻ കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പവർ ബട്ടൺ തന്നെ അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. അതപ്പോൾ ഓപ്പൺ ആയി വരും. ഓക്കെ, ചിലപ്പോൾ അത് ഹോട്ട് റീസ്റ്റാർട്ട് കൊടുത്താൽ വരത്തില്ല. ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കലി നമ്മുടെ കോഡ്, അതായത് ഫ്ലട്ടർ ടീം ഡെവലപ്പ് ചെയ്ത കോഡ്. അപ്പം ഇവിടെ കണ്ടോ കുറേ റൺ ആപ്പ്, മെയിൻ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടായിരുന്നു ഡാർട്ടിന്റെ വീഡിയോസിൽ അല്ലേ. മെയിൻ ഫംഗ്ഷൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. അപ്പോൾ എന്താണ് ഈ വിഡ്ജറ്റ് എന്ന് പറയുന്നത്? വിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല. നമ്മുടെ ഫ്ലട്ടറിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ വിഡ്ജറ്റ് സിമ്പിൾ ടേംസിൽ പറയാനാണെങ്കിൽ നമുക്ക് ലെഗോ ബ്ലോക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു സാധനം കിട്ടും, വേറെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വേറെ സാധനം കിട്ടും അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഇവിടെ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് ഫ്ലട്ടർ എന്ന് പറഞ്ഞത് വിഡ്ജറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചായിരിക്കും ഓരോ ആപ്പും ഉണ്ടാക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഫ്ലട്ടർ ഒരു വിഡ്ജറ്റ് ട്രീ ആണ്. ഇവിടെ ഓരോന്നും ഓരോ വിഡ്ജറ്റ് ആണ് കേട്ടോ. മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റാ, തീം ഡേറ്റ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് വേറൊരു വിഡ്ജറ്റാ, അതുപോലെ വേറെ ഇവിടെ ഉള്ള വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത് സ്കാഫോൾഡ് ഒരു വിഡ്ജറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെന്ന് കാണാം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഈ ആപ്പ് ഒന്ന് റൺ ചെയ്യുക. ഓക്കെ, ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി റൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ, ഈ റൺ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ റൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ആപ്പ് റൺ ആവുന്നത് കാണാം. കണ്ടോ, ഇവിടെ റണ്ണിൻ്റെ ഇത് റൺ ചെയ്യുമ്പം ഇവിടെ കുറച്ച് പ്രോസസ്സ് ഒക്കെ നടക്കും. ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ കുറേ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കോൺസിക്വൻ്റ്ലി കുറേ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് റണ്ണായി കിട്ടും. ഓക്കെ, നമ്മുടെ ആപ്പ് റണ്ണായി വന്നിട്ടുണ്ട്. കണ്ടോ, ബിൽഡ് ആപ്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ. നമ്മൾക്ക് നമ്മുടെ ഫ്ലട്ടർ ഡെമോ പേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബേസിക് കൗണ്ടിങ് ആക്കും. അപ്പം നമ്മൾ ഈ പ്ലസ് ബട്ടൺ, ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പം അത് എത്ര തവണ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നുള്ളത് കൗണ്ട് എടുക്കും. ഓക്കെ, അതാണ് ബേസിക്കലി ഈ ആപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ട് ഫ്ലട്ടർ ടീം ഡെവലപ്പ് ചെയ്ത് തന്ന പ്രോജക്റ്റ്. ഓക്കെ, അപ്പം നമുക്കിത് മോഡിഫൈ ചെയ്യാം, നമ്മുടെ കോഡാക്കാം. ഓക്കെ, മൈ ആപ്പൊക്കെ മാറ്റി നമ്മുടെ ഓൺ കോഡാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിനു മുമ്പ് ഫ്ലട്ടറിൻ്റെ വിഡ്ജറ്റ്സും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് പോലെ. ഓരോ ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ലെഗോ ബ്ലോക്സിനൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് കാണും അല്ലേ.
അപ്പം എന്താ പറയാ, ഒരു ബിൽഡിംഗ് ബ്ലോക്കിന് ഒരു പ്രത്യേക ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക കളർ ആയിരിക്കും, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം അതൊക്കെ നമുക്ക് ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ വിഡ്ജറ്റിനും ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ആ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തായിരിക്കും ആ വിഡ്ജറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഈ ആപ്പ് എങ്ങനെ റൺ ചെയ്തെന്ന് കാണാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇതിന്റെ വിഡ്ജറ്റ് ട്രീ കാണാം. അതായത് ഫ്ലട്ടർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ട്രീ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ വിഡ്ജറ്റ് ട്രീ എങ്ങനെ ബിൽഡ് ആയെന്ന് കാണാൻ വേണ്ടി നമുക്ക് ഫ്ലട്ടർ ഇൻസ്പെക്ടേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ സൈഡിലുള്ള ഈ ബട്ടണാണ് ഫ്ലട്ടർ ഇൻസ്പെക്ടർ. ഓക്കെ, ഞാൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് വിഡ്ജറ്റ് ട്രീ കാണാം. വിഡ്ജറ്റ് ട്രീയിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് മൈ ആപ്പ് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ആണ്. അപ്പം അതെവിടെ റൺ ആപ്പിനകത്താണ് മൈ ആപ്പ് കൊടുക്കുന്നത്. അതായത് ഈ റൺ ആപ്പ് ഫംഗ്ഷൻ എടുക്കുന്നത് ഒരു വിഡ്ജറ്റ് ട്രീന്റെ റൂട്ട് ആയിട്ടുള്ള വിഡ്ജറ്റ് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് വിഡ്ജറ്റ് ആണ്, മെയിൻ വിഡ്ജറ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതിന്റെ താഴെ നമ്മൾ ചിൽഡ്രൻ വിഡ്ജറ്റ്സ് ആയിട്ട് ഓരോന്ന് കൊടുക്കുക. കണ്ടോ, മൈ ആപ്പിന്റെ താഴെയാണ് ബാക്കി എല്ലാ വിഡ്ജറ്റ്സും വരുന്നത്. മൈ ആപ്പിന് താഴെ പിന്നെ എന്താ നമുക്കുള്ള ഒരു മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞൊരു വേറൊരു വിഡ്ജറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് വേറെ നമ്മൾ തന്നെ എന്താ പറയാ കൊടുത്ത ഒരു വിഡ്ജറ്റ് മൈ ഹോം പേജ് എന്ന് പറഞ്ഞത്. അങ്ങനെ പല പല വിഡ്ജറ്റ്സിന്റെ കൂട്ടമാണ്. ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് ഡീബഗ് പെയിന്റ് ആണ്. അതായത് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഇതിന്റെ ലേ ഔട്ട് കാണാൻ പറ്റും. ഇതിന്റെ ബോർഡർ പോലെ കാണാം. കണ്ടോ, ഒരു നീല വര കണ്ടോ, ഇതിന്റെ എത്രത്തോളം പാഡിങ് ഉണ്ട്, എത്രത്തോളം മാറിയാണ് ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതാണ് അതിന്റെ ഗുണം. ഓക്കെ, അതുപോലെ നമുക്ക് വേറെ ഇവിടുത്തെ പല ടൂൾസും അതിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഷോ പെയിന്റ് ബേസ് ലൈൻസ്. അപ്പൊ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ ചെറിയൊരു വര പോലെ ഉണ്ട്. ഓക്കെ, ഈ ആപ്പ് ബാറിന്റെ കളർ ഒന്ന് മാറ്റി തന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ ഞാൻ എന്റെ ആപ്പ് ബാറിന്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ആപ്പ് ബാർ. ഞാൻ ഇവിടെ കളർ ഒന്ന് മാറ്റുക. ഇത് ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റേണ്ടത്. ഞാനൊരു യെല്ലോ ആക്കുക. ഓക്കെ, ഇനി ഞാൻ ഒന്ന് ഓക്കെ, ഇപ്പൊ കണ്ടോ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു നീല കളർ ലൈൻ കാണാം അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പെയിൻ ബേസ് ലൈൻ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് പല യൂസ്ഫുൾ ടൂൾസും ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് കാണിച്ച് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. യെല്ലോ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എവിടെയൊക്കെ ലൈൻസ് വന്നേക്കുന്ന അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഓക്കെ, അതുപോലെ എത്രത്തോളം സ്പേസ് മാറിയാ വന്നേക്കുന്ന, ഈ ഐക്കണിൽ എത്രത്തോളം സ്പേസ് മാറിയാണ് അകത്തോട്ട് വന്നേക്കുന്നത്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓരോ എന്താ പറയാ, നമ്മുടെ വലിയ കോഡൊക്കെയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓരോ സെക്ഷൻ ഓഫ് കോഡിലോട്ട് പോകാം. ഇപ്പൊ ഞാൻ മൈ ഹോം പേജിൽ പോകണമെന്നാണെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിവിടെ മൈ ഹോം പേജിലോട്ടായിരിക്കും കൃത്യം പോകുന്നത്. ഇനി അഥവാ എനിക്ക് ഇവിടുത്തെ ഈ കോളത്തിനകത്തുള്ള ടെക്സ്റ്റ് ആണ് കാണേണ്ടത്. ഞാൻ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് കിട്ടും. കണ്ടോ. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാവുന്ന UI-ന്റെ ടൂൾസ്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് വിഡ്ജറ്റ്സിനെ പരിചയപ്പെടാം. അപ്പൊ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ മൊത്തത്തിൽ ഞാൻ കളയുക. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ഓൺ കോഡ് എഴുതുക. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, ഈ സൈഡിൽ ഈ ബട്ടൺ വെച്ചിട്ട് നമുക്ക് കോഡ് ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കേർലി ബ്രേസസ് തുടങ്ങുന്ന തൊട്ട് എൻഡ് വരെയുള്ള കോഡ് നമുക്ക് ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. അത് ഈ ക്ലാസസ്, ഫങ്ഷൻസ് അങ്ങനത്തെ പീസ് ഓഫ് കോഡാണ് നമുക്ക് ഷ്രിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ മൈ ആപ്പ് ഇവിടെ ഹോം പേജിന് അകത്ത് ഈ ഫുൾ കോഡ് അങ്ങ് കളയുക. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ഓൺ കോഡ് എഴുതാൻ പോവാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഒക്കെ കണ്ടോ. ഈ വിഡ്ജറ്റ്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മെറ്റീരിയൽ ആപ്പ് വേണം. ഓക്കെ, അപ്പം ഇവിടെ കണ്ടോ, നമ്മൾ ഫ്ലട്ടർ ആദ്യം മൈ ആപ്പ് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അവിടെ സാധാരണ നമ്മൾ മെറ്റീരിയൽ ആപ്പ് ഡയറക്റ്റ്ലി അവിടെ കൊടുക്കുക. ഇനി അഥവാ നമുക്ക് ഒരു എന്താ പറയുക സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള ആപ്പാണ് ഉണ്ടാക്കേണ്ടത്, നമുക്ക് ഇവിടെ തന്നെ ആപ്പിന്റെ പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെ ഞാൻ കൊടുത്തേക്കുക മൈ ആപ്പ്. അത് കഴിഞ്ഞിട്ട് ആ മൈ ആപ്പ് റിട്ടേൺ ചെയ്യുന്ന മെറ്റീരിയൽ ആപ്പ്. ഈ മെറ്റീരിയൽ ആപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽ UI ഉണ്ടല്ലോ, അതിലെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഫ്ലട്ടറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെറ്റീരിയൽ ആപ്പിലുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഫ്ലട്ടറിൽ ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് നമ്മൾ ഫ്ലട്ടറിന്റെ material.dart എന്ന് പറഞ്ഞ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതൊരു ബിൽറ്റ് ഇൻ ആയിട്ടുള്ള പാക്കേജ്, അപ്പൊ നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ കോഡ്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റുക.
ഓക്കെ, ഈ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതൊരു വിഡ്ജറ്റ് ആണ്. അപ്പൊ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ആവശ്യമില്ലാത്ത പ്രോപ്പർട്ടീസും കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ പ്രോപ്പർട്ടി അത്യാവശ്യമാണ്. ഓക്കെ, അത് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ മൈ ഹോം പേജ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അത് തന്നെ കൊടുക്കാം, മൈ ഹോം പേജ്. അതൊരു വിഡ്ജറ്റ് ആണ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ബ്രാക്കറ്റ് ഇട്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഫ്ലട്ടർ റൺ ചെയ്യുമ്പോൾ അത് ഓരോ തവണയും ഇപ്പൊ റീലോഡ് ഒക്കെ ചെയ്യുമ്പോഴേ ഫ്ലട്ടറിന്റെ ആപ്പ് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ട് പെട്ടെന്ന് റീലോഡ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ആണ് മാറുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കളയുക, ഈ കോഡൊക്കെ ഒന്ന് ആവശ്യമില്ലാത്ത കോഡൊക്കെ കളയാം. നമുക്ക് സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും ഉണ്ട്. സ്റ്റേറ്റ്ലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പിക്ചർ പോലെ, അതായത് ഒരു ഫോട്ടോ എടുത്ത് അത് ചേഞ്ച് ചെയ്യത്തില്ലല്ലോ, അതിന്റെ സ്റ്റേറ്റ് അങ്ങനെ തന്നെ ഇരിക്കുമല്ലേ, മൂവിങ് അല്ല. പക്ഷെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ പോലെ പല പല പിക്ചേഴ്സ് ഒരുമിച്ച് നമ്മൾ മൂവ് ചെയ്യിക്കുമ്പം ഒന്നിന് പുറകെ ഒന്നായിട്ട് കാണിക്കുമ്പോൾ നല്ല സ്പീഡിൽ കാണിക്കുമ്പോൾ അത് മൂവിങ് പോലെ കാണും. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ സ്റ്റേറ്റ്ഫുള്ളും എന്തെങ്കിലും ചേഞ്ച് നമ്മൾ വരുത്തുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് കാണണം. അതാണ് നമ്മൾ സ്റ്റേറ്റ്ഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും സ്റ്റേറ്റ് ബിൽഡ് ചെയ്ത് വരും. ഓക്കെ, ഓരോ തവണയും ഫ്ലട്ടറിന്റെ ലേ ഔട്ടിൽ അത് ഓരോ തവണയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സ്റ്റേറ്റ്ഫുൾ വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്ലെസ് യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ STLESS അത് മാത്രം കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ സ്റ്റേറ്റ്ലെസ്സിന്റെ ഫുൾ കോഡ് വരും. ഓക്കെ, ഞാൻ ഇവിടെ പേര് മാത്രം കൊടുക്കാം. അവിടെ മൈ ഹോം പേജ് എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ആ ചുവന്ന ഈ ഒരു റെക്ടാങ്കിൾ ഉണ്ടല്ലോ, അത് കളയാൻ വേണ്ടി നമുക്ക് ടാബ് മാത്രം പ്രസ് ചെയ്താൽ മതി, അതങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പം ഇതുണ്ടോ റിട്ടേൺ കണ്ടെയ്നർ. എന്താണ് ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്? അപ്പൊ അതിന് മുമ്പ് നമുക്ക് സ്കാഫോൾഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ റിട്ടേൺ ചെയ്യുന്ന ഒരു സ്കാഫോൾഡ് വിഡ്ജറ്റാണ്. അപ്പം ഈ വിഡ്ജറ്റ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടൊരു എന്താ പറയാ ലേ ഔട്ട് തരുക. നമുക്ക് അതിന്റെ പുറത്ത് നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ ആപ്പിന്റെ UI മൊത്തത്തിൽ സ്കാഫോൾഡിന് പുറത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സ്കാഫോൾഡ് ബേസിക്കലി ഒരു ക്യാൻവാസ് പോലെ ആലോചിച്ചാൽ മതി. നമ്മളൊരു പെയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ബുക്കോ പേപ്പറോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തല്ലേ പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്ന ഏത് സർഫസ് ആണോ അതാണ് നമ്മുടെ സ്കാഫോൾഡ് ഇവിടെ. ഓക്കെ, ഞാൻ ഇതൊന്ന് റൺ ചെയ്യുക. ഇപ്പൊ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വെറും സ്കാഫോൾഡ് മാത്രം കൊടുത്താൽ കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഫ്ലട്ടർ ഇൻസ്പെക്ടറും കൂടെ എടുത്താൽ നമുക്ക് കാണാം ഇവിടെ മൈ ആപ്പ് എന്ന് പറഞ്ഞ മെയിൻ സ്റ്റാർട്ടിങ് റൂട്ട് നോഡ് ഉണ്ട്. അതിന്റെ കീഴെ വരുന്നതാണ് മെറ്റീരിയൽ ആപ്പ്. കണ്ടോ, മെറ്റീരിയൽ ആപ്പ് മൈ ആപ്പിനകത്താണ് വരുന്നത്, റിട്ടേൺ ചെയ്യുന്ന മെറ്റീരിയൽ ആപ്പ്. ഓക്കെ, അടി കീഴെ വരുന്നതാണ് മൈ ഹോം പേജ് എന്ന് പറഞ്ഞത്. മൈ ഹോം പേജിനകത്ത് എന്താ സ്കാഫോൾഡ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അത്രയും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഈ സ്കാഫോൾഡ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് മെയിൻ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരു ആപ്പ് ബാറും ഒരു ബോഡിയും. അപ്പം ആപ്പ് ബാർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കൊടുക്കുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആപ്പ് ബാർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ബാറാണ്. ഓക്കെ, അപ്പം നമുക്കത് കൊടുക്കാം, ആപ്പ് ബാർ. അപ്പൊ ആപ്പ് ബാർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒരു ആപ്പ് ബാർ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റിനെയാണ് സ്വീകരിക്കുന്നത്. വിഡ്ജറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും, പ്രോപ്പർട്ടീസിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ. ഓക്കെ, ഞാൻ ഇതൊന്ന് വെറുതെ റൺ ചെയ്യുക. അപ്പൊ ഇത് കണ്ടോ, ഒരു മിന്നലിന്റെ ഒരു ഐക്കൺ. അതായത് നമ്മൾ എന്ത് ചെറിയ ചേഞ്ച് വരുത്തിയാലും അത് പെട്ടെന്ന് റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി, ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഐക്കൺ ഉദ്ദേശിക്കുന്നത്. ഹോട്ട് റീലോഡ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, കണ്ടോ, നമ്മൾ ആപ്പ് ബാറിന് കൊടുത്തപ്പോൾ മേളിലായിട്ട് ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു ബാർ വന്നു. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ ആപ്പിന്റെ പേര്, അതുപോലെ നമുക്ക് കുറെ ടാബ് വൈസ് ആണ് ആപ്പ് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ അങ്ങനെ കൊടുക്കാം. പിന്നെ അതുപോലെ സൈഡ് ഡ്രോവർ ഒക്കെ വെക്കണമെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് ആപ്പ് ബാറിൽ കൊടുക്കാം. അപ്പൊ ആപ്പ് ബാർ ഓരോ വിഡ്ജറ്റിനും ഓരോ സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇപ്പോ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് കളർ നേരത്തെ സെറ്റ് ചെയ്ത പോലെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം എന്നിരിക്കട്ടെ, ഞാനത് ഒരു ഗ്രീൻ ആക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിപ്പം റൺ ചെയ്യുവാന്നിരിക്കട്ടെ, റീലോഡ് ചെയ്യുക. കണ്ടോ, നമുക്ക് അപ്പം തന്നെ പെട്ടെന്നാണ് ആ ചേഞ്ച് വന്നത്, ആ കളർ മാറി നമുക്ക് ഗ്രീൻ ആയത്. ഓക്കെ, അതുപോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ആപ്പ് ബാറിൽ നമുക്ക് പേര് എഴുതാം. നമ്മൾ സാധാരണ ആപ്പിന്റെ പേര് ആപ്പ് ബാറിലാണ് വരുന്നത്.
വാട്സപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളെല്ലാവരും. വാട്സപ്പ് എന്ന് എഴുതിക്കുന്നത്, അതുപോലെ അതിൻ്റെ മെയിൻ ആക്ഷൻ നാവിഗേഷൻ ഒക്കെ വരുന്നത് ആപ്പ് ബാറിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിലാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു വേറൊരു വിഡ്ജറ്റ്, അതായത് നമ്മൾ ടെക്സ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ്സ് ഇടും, സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു സ്ട്രിങ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇതൊരു ഫ്ലട്ടർ ഡെമോ ആണ്. ഓക്കെ, ഇനി ഞാനൊന്ന് ഹോട്ട് റീലോഡ് ചെയ്യുമ്പം നമുക്ക് ഫ്ലട്ടർ ഡെമോ എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ വന്നു, നമുക്ക് കാണാൻ പറ്റും, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ആപ്പ് ബാർ പോലെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബോഡി എന്ന് പറയുന്നത്. ബോഡിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്പിന്റെ കണ്ടന്റ് വരുന്ന ഏരിയ. ഓക്കെ, ഞാൻ ബോഡി കൊടുക്കാം. ഓക്കെ, ബോഡിയിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് കൊടുക്കാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ചാറ്റ്സ് കാണാൻ പറ്റും, ലിസ്റ്റ് ഓഫ് ചാറ്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് കോൾസ്, സ്റ്റാറ്റസുകൾ, അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇതിലെ ഓരോന്നിലെയും പ്രോപ്പർട്ടീസ് എത്രത്തോളം പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പം സ്കാഫോൾഡിൽ 2 പ്രോപ്പർട്ടീസേ ഉള്ളൂ, അത് കൂടാതെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ സ്കാഫോൾഡിന്റെ അവിടെ വെച്ചിട്ട് ഞാൻ Ctrl Q ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സ്കാഫോൾഡിൽ വരുന്ന എല്ലാ പ്രോപ്പർട്ടീസ്, എല്ലാ ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ഞാൻ ഈ കാണുന്നതിൽ 2 പ്രോപ്പർട്ടീസേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ബോഡിയിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കുക വീണ്ടും. ഓക്കെ, ഇപ്പം ഈ ടെക്സ്റ്റിൽ ഞാൻ വെറുതെ ഒരു ഡെമോ, ദിസ് ഇസ് എ ഡെമോ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് ചെയ്യുക. ഇപ്പൊ കണ്ടോ, ഇവിടെ ടെക്സ്റ്റ് ഇങ്ങനെ മുകളിൽ അറ്റത്തായിട്ടാണ് വന്നത്. അപ്പൊ നമുക്കതെല്ലാം കൂടെ ഒന്ന് നടുക്കോട്ടാക്കാം. ഓക്കെ, അതിനായിട്ട് ഞാനാണെങ്കിൽ ഈ വിഡ്ജറ്റിനെ ഒരു കണ്ടെയ്നറിനകത്ത് റാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതൊരു വിഡ്ജറ്റ്, കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ വേറൊരു വിഡ്ജറ്റാണ്. ഓക്കെ, ഞാൻ ഇത് റാപ്പ് ചെയ്യാൻ എളുപ്പത്തിന് ഈ ടെക്സ്റ്റ് ഏത് വിഡ്ജറ്റിനെയാണോ റാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വിഡ്ജറ്റിൽ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഷോ കോണ്ടെക്സ്റ്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അല്ലെങ്കിൽ നമുക്ക് Alt+Enter പ്രസ് ചെയ്താലും മതി കീബോർഡിൽ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റാപ്പ് വിത്ത് വിഡ്ജറ്റ്, റാപ്പ് വിത്ത് സെന്റർ, അങ്ങനെ കുറെ ഓപ്ഷൻസ് വരും. അപ്പൊ ഇതിൽ ഞാൻ റാപ്പ് വിത്ത് കണ്ടെയ്നർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ കണ്ടെയ്നർ സെന്ററിൽ റാപ്പ് ചെയ്യാൻ പോകും. സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേർഡ് ഉദ്ദേശിക്കുന്നത് തന്നെ, അതായത് ഈ ഓവറോൾ ആപ്പിന്റെ സെന്ററിൽ കൊണ്ടുവരും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതൊന്ന് റൺ ചെയ്യും. റൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കുന്നുണ്ടോ. ഇപ്പൊ നമുക്ക് സെന്ററിൽ കിട്ടി. ഇനി ഞാൻ കണ്ടെയ്നറിന്റെ കുറച്ചും കൂടെ പ്രോപ്പർട്ടീസ് കാണിക്കാം. കണ്ടെയ്നർ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കൊരു കുറച്ചും കൂടെ ഫൈൻ കൺട്രോൾ കിട്ടും. അതായത് ഈ കണ്ടെയ്നറിന്റെ ചൈൽഡ് വിഡ്ജറ്റ് നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയാ, അതിന്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാം, അതുപോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലിംഗ് കൺട്രോൾ ചെയ്യാം, അതിന്റെ ഷേപ്പ് കൺട്രോൾ ചെയ്യാം. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ഇപ്പോൾ കണ്ടെയ്നറിന്റെ അകത്ത് ഒരു കളർ കൊടുക്കാനിരിക്കട്ടെ. കളർ എന്ന് പറയുന്ന ഒരു യെല്ലോ എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ റൺ ചെയ്യുക. നമുക്ക് ആ ചൈൽഡ് വിഡ്ജറ്റിന്റെ കറക്റ്റ് അതേ സൈസ് ആയിരിക്കും ഈ കണ്ടെയ്നറും എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ സൈസ് അല്ല, കുറച്ചും കൂടെ സൈസ് വേണമെന്നിരിക്കട്ടെ. ഞാനിവിടെ എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം, വിഡ്ത്ത് ഇത്രയും, ഹൈറ്റ് ഇത്രയും പറഞ്ഞു. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ കണ്ടെയ്നറിന്റെ ഓരോരോ പ്രോപ്പർട്ടീസ് ആണ്. ഞാൻ വിഡ്ത്ത് ഒരു 100, അതുപോലെ ഹൈറ്റ് ഒരു 100 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും റീലോഡ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ കിട്ടി. ഓക്കെ, അതുപോലെ നമുക്ക് ഇതിന്റെ അലൈൻമെന്റ് ഒക്കെ മാറ്റാം. ഓക്കെ, ഞാൻ ഇതിന്റെ അലൈൻമെന്റും കൂടെ ഒന്ന് സെന്റർ ആക്കുക. അലൈൻമെന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പൊ അലൈൻമെന്റ് ഡോട്ട് സെന്റർ, അപ്പൊ അത് കൃത്യം നടക്കുക എന്നൊക്കെ. ഇനി ഇതല്ല, എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് കൊടുക്കണം. അതായത് ഈ കണ്ടെയ്നർ എനിക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു മാർജിൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, മാർജിൻ നമുക്ക് കൊടുക്കുമ്പോൾ എഡ്ജ് ഇൻസെറ്റ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പൊ അതാണ് ബേസിക്കലി നമ്മൾ പൊസിഷൻ കൺട്രോൾ ചെയ്യേണ്ടത്. എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഓൺലി, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കാം. ഞാൻ ഓൺലി കൊടുത്തിട്ട് ലെഫ്റ്റ് കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് ഒരു 10 പിക്സൽസ് ഇപ്പുറത്തോട്ട് മാറി വരണം. എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്യുക. ഇപ്പൊ കണ്ടോ, കുറച്ചിങ്ങോട്ട് നീങ്ങി. ഓക്കെ, ഇനി 10 വരെ ഞാൻ കുറച്ചും കൂടെ വലിയ വാല്യൂ കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. ഒരു 100 കൊടുക്കാം. എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് ചെയ്യുക. കണ്ടോ, അത് നല്ലോണം മാറി, നല്ല സെന്ററേ അല്ല. ഓക്കെ,
അപ്പം അതുപോലെ നമുക്ക് വേറൊരു പ്രോപ്പർട്ടിയാണ്, അതായത് മാർജിൻ്റെ പകരം നമുക്കിപ്പം ഈ അകത്തുള്ള ടെക്സ്റ്റാണ് നീങ്ങേണ്ടതെന്ന് ഇരിക്കട്ടെ. നമുക്ക് പാഡിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. അപ്പം ഞാൻ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ മാർജിൻ മാറ്റിയതുകൊണ്ട് തിരിച്ച് അതേ സ്ഥലത്ത് വരും. പാഡിംഗ് വലിയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ ഒരു 12 എന്ന് പറഞ്ഞ് കൊടുക്കാം. കണ്ടോ, സൈഡിൽ നിന്ന് കുറച്ച് നീങ്ങി വന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പാഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ വേറൊരു വിഡ്ജറ്റ് ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ റോയും കോളവും. ഓക്കെ, അപ്പം അത് പേര് പോലെ തന്നെ നമുക്ക് കുറേ ഓരോ വിഡ്ജറ്റ്സ് നമുക്ക് റോ ആയിട്ടോ അല്ലെങ്കിൽ കോളോ ആയിട്ടോ അറേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പം അതിനെയൊക്കെ നമ്മൾ ലേ ഔട്ട് വിഡ്ജറ്റ്സ് എന്നാണ് യൂഷ്വലി പറയാറുള്ളത്. ഓക്കെ, ഈ കണ്ടെയ്നറും ബേസിക്കലി ഒരു ലേ ഔട്ട് വിഡ്ജറ്റാണ്. അപ്പം ഞാൻ ഇത് മാറ്റുക, ഈ സെൻറ്റർ ഉള്ളതെല്ലാം മാറ്റുക. എന്നിട്ട് അവിടെ ഒരു റോ കൊടുക്കുക. റോയിനകത്ത് നമുക്ക് ഒരു വിഡ്ജറ്റ് അല്ല, പക്ഷെ ഒരു കൂട്ടം വിഡ്ജറ്റ്സ് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ റോയിനകത്ത് ചിൽഡ്രൻ എന്നാണ് കൊടുക്കുന്നത്, ചൈൽഡ് അല്ല. സാധാരണ നമ്മൾ ചൈൽഡ് ആണെന്ന് കൊടുത്തിരുന്നത് നേരത്തെ. ചിൽഡ്രൻ കൊടുത്തിട്ട് എനിക്കിവിടെ ഫസ്റ്റ് വിഡ്ജറ്റ് ഒരു ടെക്സ്റ്റ്, വെറും ഒരു ടെക്സ്റ്റ്. അത് കഴിഞ്ഞ് അടുത്ത വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കളർ കൂടി കൊടുക്കാം. കളർ എന്ന് പറയുന്നത് പിങ്ക്. അതുപോലെ ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പലതരം വിഡ്ജറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിഡ്ജറ്റ്സ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്യാന്നിരിക്കട്ടെ. കണ്ടോ, ഇതിപ്പോൾ റോ ആണ് കൊടുത്തത്, അതുകൊണ്ട് റോ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഇതൊന്ന് സെൻറ്ററിലോട്ട് റാപ്പ് ചെയ്യാം, റോയിനെ സെൻറ്ററിലോട്ട് റാപ്പ് ചെയ്യാം. വേണ്ട, 20ക്ക് ഒരു 50 ഇരിക്കട്ടെ. അതുപോലെ 10ന് വരും ഒരു 30 ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതെങ്കിലും റൺ ചെയ്യാം. കണ്ടോ, നമുക്ക് ഇങ്ങനെ അറ്റമാണ് വന്നത്. ഓക്കെ, അവിടെ കുറച്ച് സ്പേസ് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോയിലെ പ്രോപ്പർട്ടീസ് ആയ ആക്സിസ് അലൈൻമെന്റ് ഉണ്ട്. അപ്പം മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ റോ വൈസ് അത് അലൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കാണാം. ഞാൻ ഇവിടെ മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് ആയ സെന്റർ, അങ്ങനെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ സെന്ററാണ് കൊടുത്തത്. അപ്പോൾ അത് സെന്ററിലോട്ട് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സ്പേസ് കൊടുക്കണം എന്നിരിക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൈസ് ടു ബോക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഡ്ജറ്റ് കൊടുക്കാം. ഈ സൈസ് ടു ബോക്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു വെറുതെ എംപ്റ്റി ആയിട്ടുള്ള കുറച്ച് സ്പേസ് കൊടുക്കും. ഓക്കെ, ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യണം ഹൈറ്റും വിഡ്ത്തും. അപ്പം നമുക്ക് എന്താ ഇവിടെ ആവശ്യം, നമുക്ക് ഇതിൻ്റെ നടുക്ക് മാത്രം സ്പേസ് മതി. അപ്പോൾ നമുക്ക് വിഡ്ത്ത് മാത്രം മതി. വിഡ്ത്ത് ഈക്വൽ ടു 20 എന്നിരിക്കട്ടെ. അതുപോലെ ഈ വിഡ്ജറ്റ്സ് എല്ലാം നമ്മൾ കോമൺ ആയിട്ടായിരിക്കും കൊടുക്കണൊക്കെ. ഓക്കെ, എന്നിട്ട് ഞാനിത് ഒന്ന് റീലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്ലട്ടർ ഇൻസ്പെക്ടർ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വിഡ്ജറ്റ് സ്ട്രക്ചർ കാണാം. നേരത്തെ നമ്മൾ സ്കാഫോൾഡ് വരായിരുന്നു. അപ്പോൾ സ്കാഫോൾഡ് കഴിഞ്ഞ് സെൻറ്റർ ഉണ്ട്, അതുപോലെ കണ്ടെയ്നർ ഉണ്ട്. കണ്ടെയ്നറിനകത്ത് നമുക്ക് കുറച്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ഉണ്ട്. അതിൻ്റെ താഴെ നമുക്ക് നമുക്കൊരു റോ വിഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പല ടൈപ്പ് ഓഫ് വിഡ്ജറ്റ്സ് ഉണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാം. അതുപോലെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഷോ ഡീബഗ് പെയിന്റ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഉണ്ടോ ആ ഒരു ലേഔട്ടിൻ്റെ സൈസ് എങ്ങനെയാണ് വന്നേക്കുന്നത് അതൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വരും. ഓക്കെ, ഞാൻ റെൻഡർ ട്രീ എന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെ റെൻഡർ ചെയ്ത് വന്നേക്കുന്നതെന്ന് കാണാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഫ്ലട്ടറിലുള്ളത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഫ്ലട്ടർ മലയാളം കോഴ്സിലെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വിഡ്ജറ്റ്സ് ഒക്കെ നിങ്ങൾ തന്നെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, ഓരോ എന്തൊക്കെ പ്രോപ്പർട്ടീസ് കാണാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതിവിടെ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടി പ്രോപ്പർട്ടീസിൻ്റെ പുറത്താണെങ്കിലും ശരി, വിഡ്ജറ്റ്സിൻ്റെ പുറത്താണെങ്കിലും ശരി, അവിടെ കേഴ്സർ കൊണ്ട് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ കീ കൊടുത്താൽ മതി. അപ്പോൾ അതിൽ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്ന് അതിൽ വരും. ഓക്കെ, അതിൻ്റെ ഇൻഫർമേഷൻ വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കുറേ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഫ്ലട്ടറിൻ്റെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് നെറ്റിൽ. അപ്പം അതൊക്കെ വെച്ച് നിങ്ങളൊന്ന് എല്ലാ വിഡ്ജറ്റ്സ് ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. ഒരു വീഡിയോയും കൂടെ ഇനി വിഡ്ജറ്റ്സിനെ ബേസ് ചെയ്തുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, UI വെച്ചായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പോവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കൂടെ
അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്സ് ഉണ്ടാക്കി തുടങ്ങുന്നത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, ബൈ.